ഷിരൂർ ദൌത്യം ഇന്ന് നിർണായക ഘട്ടത്തിലാണ്. മനുഷ്യസമാനമായ അസ്ഥി ലഭിച്ച സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആദ്യം പുറം ലോകത്തേക്ക് ഈ വാർത്ത ഇന്നലെ എത്തിച്ചത് ന്യൂസ് 18 ആണ്. ദൌത്യം ഏകോപിപ്പിക്കാനായി റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രപാൽ ഷിരൂരിലെത്തും. തെരച്ചിലിന് അനുമതി ലഭിച്ചതോടെ ഈശ്വർ മൽപ്പയും ഇന്ന് മടങ്ങിയെത്തും. അർജുന്റെ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയ ഭാഗത്തെ മണ്ണ് ഇന്നത്തോടെ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദൌത്യസംഘം. ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊപ്പം നേവിയുടെയും NDRFന്റെയും SDRFന്റെയും ഈശ്വർ മൽപ്പയുടെയും നേതൃത്വത്തിലായിരിക്കും ഇന്നത്തെ തെരച്ചിൽ. ഷിരൂരിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഡ്രെഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ 2 ദിവസം മുമ്പ് ആരംഭിച്ചതാണ്. ഇന്നലെ നമുക്ക് മനുഷ്യ അസ്ഥിക്ക് സമാനമായ ഒരു എല്ലിൻ കഷ്ണം ലഭിച്ചിരുന്നു. അത് മനുഷ്യ അസ്ഥിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അത് മൃഗത്തിൻ്റെതാണോ മനുഷ്യൻ്റേത് തന്നെയാണോ എന്നുള്ളത് ഉടൻ തന്നെ അതിന്റെ വിവരം ലഭിക്കും. അതിനുശേഷം DNA പരിശോധന നടത്തി ഈ ദുരന്തത്തിൽ കാണാതായി നമ്മളിപ്പോൾ തെരച്ചിൽ നടത്തുന്ന അർജുൻ ഉൾപ്പെടെയുള്ള 3 പേരുടേതാണോ എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കടക്കണം. അതിന്റെ ഫലം ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകിട്ടോടുകൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേസമയം തന്നെ ഈ ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടെ കൂടുതൽ ഭാഗങ്ങൾ ലഭിക്കുമോ, ഇന്നലെ ലഭിച്ചതുപോലെയുള്ള അസ്ഥിയുടെ ഭാഗങ്ങൾ ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷ കൂടിയുണ്ട്. തെരച്ചിൽ ഇന്ന് ആരംഭിച്ചിട്ടില്ലേ? ഭവ്യ, തെരച്ചിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നമുക്ക് കാണാം ഡ്രെഡ്ജർ ഇപ്പോൾ അവർ പ്രവർത്തനത്തിനായി അവർ തുടങ്ങുകയാണ്. ഏതായാലും ഇന്ന് ഈ ഷിരൂർ ദൌത്യത്തിൽ അതിനിർണായകമാണ്. കാരണം ഇന്നലെ ലഭിച്ച ആ അസ്ഥി അത് മനുഷ്യന്റേതാണോ മൃഗത്തിന്റേതാണോ എന്ന കാര്യത്തിൽ ഇന്ന് തന്നെ ആ ഫലം ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 മണിയോടുകൂടി ആ ഫലം പുറത്തുവരും. പക്ഷേ അപ്പോഴും ഈ DNA പരിശോധന ഫലം ഇന്നത്തേക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നറിയുന്നു. നാളെയോ മറ്റന്നാളോ മാത്രമേ അത് ലഭിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും അത് കാത്തിരിക്കുകയാണ്, വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രെഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ തെരച്ചിൽ അത് ഇന്ന് നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് പറയാൻ കാരണം ഇന്നലെ അസ്ഥി ലഭിച്ച ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ. നമുക്ക് കാണാം ഡ്രെഡ്ജർ ഇന്നലെ നേവി സോണാർ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ആ സ്ഥലത്തല്ല ഉറപ്പിച്ചിട്ടുള്ളത്. അതിന് തൊട്ടു മാറി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത ആ സ്ഥലത്തിൽ നിന്നും ഏതാനും മീറ്റർ മാത്രം അകലെ അവിടെയാണ് ഇപ്പോൾ ഈ ഡ്രെഡ്ജർ ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത്. നിലവിൽ ആ ഡ്രെഡ്ജർ ഉപയോഗിച്ച് അവിടെയുള്ള മണ്ണുകളൊക്കെ മാറ്റി അത് മുന്നോട്ട് പോയി ഈ CP4ലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഡ്രെഡ്ജർ പ്രവർത്തിക്കാനുള്ള ആ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം അതിന്റെ അരികിലേക്ക് ഒരു വെള്ളത്തിൽ ഒരാൾ പോകുന്നത് കാണാം. അതുപോലെ തന്നെ അതിന് പ്രവർത്തിപ്പിക്കേണ്ട ജനറേറ്റർ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതും കാണാം. അല്പസമയത്തിനകം തന്നെ ഡ്രെഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും. പ്രധാനമായും ആ ഭാഗങ്ങളിലുള്ള മണ്ണ് അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ മണ്ണ് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഇന്നത്തെ തെരച്ചിൽ നടത്താൻ എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഇന്ദ്രപാൽ അദ്ദേഹം ഇന്ന് ഇവിടെ ഷിരൂരിൽ എത്തുന്നുണ്ട്. ഈ പ്രവർത്തനം ഏകോപിപ്പിക്കാനാണ് അദ്ദേഹം എത്തുന്നത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കൂടിയാണ് ഇന്ദ്രപാൽ എത്തുന്നത്. നമുക്കറിയാം തുടക്കത്തിൽ അദ്ദേഹം ഇവിടെ ഇത്തരത്തിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് റഡാർ പരിശോധനയൊക്കെ നടത്തി നിർണായക വിവരങ്ങളാണ് കണ്ടെത്തിയത്. ആ ലോറിയുടെ സാന്നിധ്യം വലിയ ലോഹഭാഗം കണ്ടെത്തിയ ആ പ്രദേശത്തിന് സമീപത്തു നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അസ്ഥി കിട്ടിയത്. എന്തായാലും ആ അർജുന്റെ ലോറിക്ക് സമീപം തന്നെ ഇത്തരത്തിൽ അസ്ഥി കിട്ടിയത് കൊണ്ട് തന്നെ അത് ഒരു പക്ഷേ അർജുന്റേതാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 2 മാസത്തിലേറെയായി നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന് അങ്ങനെയാണെങ്കിൽ ഉത്തരം ലഭിക്കും. അപ്പോഴും അർജുൻ സഞ്ചരിച്ച ആ വലിയ ഭാരത് ബെൻസ് ലോറി അതിപ്പോഴും കാണാമറയത്താണ്. ആ ലോറി എവിടെ? ആ ലോറി പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമോ? അതിനുള്ള ഉത്തരം ഇനി തേടേണ്ടതുണ്ട്. ഏതായാലും ആ ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ദൌത്യ സംഘമുള്ളത്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ NDRFും SDRFും ഒക്കെ ഇന്ന് തെരച്ചിലുണ്ട്. സംയുക്ത തെരച്ചിലാണ്. നേവിയും എത്തുമെന്ന് ഇന്നലെ കാർവാർ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. കലക്ടർ 10 മണിയോടുകൂടി എത്തും. ജിതിൻ, അതായത് അർജുന്റെ കുടുംബം ജിതിനും അഞ്ജുവും ഇപ്പോഴും അഞ്ജു ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് അഞ്ജു ഇവിടെ എത്തിയത്. അതായത് ഈ അർജുൻ അവസാന നാളുകളിൽ കഴിഞ്ഞ ആ സ്ഥലം അത് കാണണമെന്ന് ഏറെ നാളായി ആഗ്രഹിക്കുന്നു. അതിനായാണ് അഞ്ജു ഇവിടെ എത്തിയത്. ഇന്നലെ തിരിച്ചു
പോകുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ ഇവിടെ തന്നെ തങ്ങുകയായിരുന്നു. ഏതായാലും ഇന്നുകൂടി അഞ്ജു ഇവിടെയുണ്ട്. ഇന്നലെ ഈ അസ്ഥി കിട്ടിയതൊക്കെ അവർക്ക് വലിയ പ്രതീക്ഷ പകരുന്നുണ്ട്. എന്നാലും അവർ വലിയ തോതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. DNA പരിശോധന ഫലം വരട്ടെ എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഈ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതായത് ലോകേഷും ജഗന്നാഥനും ഒപ്പം നമ്മുടെ അർജുനും. ഈ 3 പേരിൽ ആരുടേതെങ്കിലും ആകുമോ ഈ അസ്ഥി എന്നതാണ് ഇനി അറിയേണ്ടത്. ആ പരിശോധനാ ഫലം വരാൻ ഇന്നൊരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിനുമപ്പുറം ഇന്നത്തെ തെരച്ചിൽ ഭവ്യ സൂചിപ്പിച്ചതുപോലെ രണ്ടാമതായി ഏറ്റവും നിർണായകമാകുക എന്തെങ്കിലും വസ്തുക്കൾ ഇത്തരത്തിൽ ലഭിക്കുമോ എന്നത് തന്നെയാണ്. ഒരുപക്ഷെ അർജുന്റെ ആ ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കുമോ, അതിനുള്ള ശ്രമമാണ് ദൌത്യ സംഘം നടത്തുന്നത്. ഇപ്പോൾ ഡ്രഡ്ജറിൽ നിന്നും ആ CP4ലേക്കുള്ള ദൂരം നമുക്കത് തത്സമയം തന്നെ കാണാം. ഇപ്പോൾ ക്യാമറ പാൻ ചെയ്യുന്ന ആ ഭാഗം ഇത്ര മാത്രമേ ഇനി CP4യുമായുള്ള ആ 4ാമത്തെ പോയിന്റുമായുള്ള ദൂരമുള്ളൂ. ആ മൺകൂന കാണുന്ന സ്ഥലമാണ്. അവിടെയാണ് ലോറി, ആ വലിയ ലോറിയുടെ സാന്നിധ്യം ഇന്ദ്രപാൽ അദ്ദേഹം കണ്ടെത്തിയ സ്ഥലം. അതിന് അരികിലായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അസ്ഥി ലഭിച്ചത് എന്നുകൊണ്ട് തന്നെ അത് അർജുന്റേതാകുമോ എന്ന ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും 3 പേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. 3 പേരുടെയും കുറിച്ച് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന വിവരം അറിയേണ്ടതുണ്ട്. എന്തായാലും ആ വിവരങ്ങളൊക്കെ ഇന്ന് അറിയാം എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുനൊപ്പം തന്നെ അത്രത്തോളം അറിയാൻ ആഗ്രഹമുണ്ട്. ആ ദുരന്തത്തിൽ കാണാതായ മറ്റ് 2 പേരെ, കന്നഡ സ്വദേശികളായ അവരെ കുറിച്ചുകൂടി, അവരുടെ കുടുംബവും അവിടെ തന്നെ ഉണ്ട്. ഈ അന്വേഷണം നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ നഷ്ടപ്പെട്ട ഉറ്റവരെ കാത്ത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടവേളകളില്ലാതെ ഡ്രഡ്ജർ ഇന്നും പ്രവർത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ ബൈജു കണ്ടു ഇടയ്ക്ക് മഴ അലോസരപ്പെടുത്തുന്നത്. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് അവിടെ? ആര്യ, ഇന്ന് കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഏതെങ്കിലും തരത്തിൽ മഴയൊന്നും ഇല്ലാതെ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഗംഗാവലി പുഴയുടെ ഒഴുക്ക് ഇന്ന് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞ ഒരവസ്ഥയുണ്ട്. ഇന്നലെ ഉച്ചയ്ക്കൊക്കെ നമ്മൾ കണ്ടത് വലിയ തോതിൽ വെള്ളം ഉയർന്നു വരുന്നതാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കുന്നൊക്കെ, ആ ചെറിയ ചെറിയ മൺകൂരകളൊക്കെ കാണാത്ത രീതിയിലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്കെങ്കിൽ ഇന്ന് നമുക്ക് കാണാം. ആ ഒരുപാട് കല്ലും മണ്ണുമൊക്കെ കിടക്കുന്ന ആ സ്ഥലം, ആ സ്ഥലത്താണ് കൃത്യമായി ഈ റഡാർ പരിശോധനയിൽ വലിയ ലോറിയുള്ള ആ ഭാഗം. അതിന് സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ ഇന്ന് തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ, ശരീരാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനമായി നോക്കേണ്ടത്. ഡ്രഡ്ജർ അത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ആര്യ, ഡ്രഡ്ജർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അവരുടെ ആഴങ്ങളിലുള്ള മണ്ണുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇന്ന് ഈ പ്രവർത്തനം നടക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ വലിയ എഞ്ചിൻ ഭാഗമോ അങ്ങനത്തെ അത്തരം ഭാഗങ്ങൾ മാത്രമല്ല ഇന്ന് ഇനി കണ്ടെത്തേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങൾക്കപ്പുറം ഇതുപോലുള്ള ചെറിയ ചെറിയ ഏതെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുകൂടി ഇന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് എടുത്ത് അതിൽ സൂക്ഷ്മമായി നോക്കിയതിനു ശേഷം മാത്രമേ അത് ആ സമീപത്തിന് കാണുന്ന വെസൽ ബോട്ടിലേക്ക് മാറ്റാൻ സാധിക്കൂ. ഏതായാലും ഡ്രഡ്ജർ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ആ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു.